CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും ഇന്ത്യയുമായിട്ട് ശത്രുതയുള്ള രാജ്യങ്ങളുമായി കൂട്ടുകൂടാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം അവർ പ്രകടിപ്പിക്കുന്നത്. നിലവിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബിയും CPI ജനറൽ സെക്രട്ടറി D രാജ ഉൾപ്പെടെ ഇടത് നേതാക്കളും പങ്കെടുത്ത ചൈനീസ് എംബസിയിലെ സെമിനാർ ഒരു വലിയൊരു വിവാദത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് സന്ദർശനത്തിന് പിന്നാലെയുള്ള CJPയുടെ സമരത്തിന് പിന്തുണ നൽകുന്നതിലും വനിതാ ബിൽ സമര പ്രഖ്യാപനവും ഒരു സംശയത്തിലൂടെയാണ് കേന്ദ്ര സർക്കാർ അടക്കം ഇപ്പോൾ നോക്കിക്കാണുന്നത്. അതായത് ജൂലൈ 9-ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന്റെ 105-ാം വാർഷികത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ചൈനീസ് എംബസി ഒരു സെമിനാർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബിയും പോളിറ്റ് ബ്യൂറോ അംഗം R അരുൺകുമാർ, CPI ജനറൽ സെക്രട്ടറി D രാജ, AIFE ജനറൽ സെക്രട്ടറി D ദേവരാജൻ, CPI MLA ലിബറേഷൻ സെൻട്രൽ കമ്മിറ്റി അംഗം രാജീവ് ദിബ്രി തുടങ്ങിയവർ പങ്കെടുത്തത്. അതിനുശേഷമാണ് CPM-ഉം അതോടൊപ്പം തന്നെ ഇടത് പാർട്ടികളും പാർട്ടികൾ നടത്തുന്ന സമരത്തിന് പിന്തുണ നൽകാൻ ഒരു തീരുമാനമെടുത്തതും റഹീമും ഉൾപ്പെടെയുള്ളവർ, MA ബേബി ഉൾപ്പെടെയുള്ളവർ, CPM-ലെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ ഡൽഹിയിലെ ജന്തർ മന്ദിറിലേക്ക് എത്തി അഭിജിത് ദീപ്കയ്ക്ക് സമര പിന്തുണ നൽകിയതും ഈ ഒരു സന്ദർശനത്തിൽ, അതായത് ചൈനീസ് എംബസിയിൽ നടന്ന ഒരു മീറ്റിംഗിന് ശേഷമാണ്. ഇക്കാര്യം CPM കേന്ദ്ര കമ്മിറ്റിക്ക് ശേഷം MA ബേബി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, പാർലമെന്റിൽ വനിതാ ബില്ലിനെതിരെ നിലപാടെടുത്ത ശേഷം വനിതാ സംവരണ ബിൽ നടപ്പാക്കണമെന്ന ആവശ്യവുമായി ഇടത് വനിതാ സംഘടനകളുടെ സമര പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. കോക്രോച്ച് സമരത്തിന് വിദേശ സഹായം ലഭിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഭ്യമാക്കുന്നുണ്ടെന്ന് തുടക്കം മുതൽ തന്നെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അത് അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റ് വഴി, ജോ സോറസ് വഴി, അവരുടെ NGO വഴി ഈ കോക്രോച്ച് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് എന്നൊരു ആരോപണം തുടക്കം മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം ഉന്നയിച്ചതാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ചൈനയിൽ നിന്നും, അതായത് ഇന്ത്യയുടെ ശത്രു രാജ്യത്തിൽ നിന്നടക്കം ഇവർക്ക് ഫണ്ടുകൾ ലഭിക്കാൻ ഉള്ളൊരു സാധ്യത ഉണ്ടെന്ന് ആദ്യമേ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. അതിനെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഡൽഹിയിലെ ചൈനീസ് എംബസിയിൽ ഈ CPM-ലെ നേതാക്കളെല്ലാം തന്നെ യോഗം നടന്നതിനു ശേഷം ജന്തർ മന്ദിറിലെത്തി അഭിജിത് ദീപ്കയ്ക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ചതോടുകൂടി അത് ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു മട്ടിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കോക്രോച്ച് സമരം തുടങ്ങിയപ്പോൾ പരസ്യമായി പിന്തുണ നൽകാതിരുന്ന ഇടത് പാർട്ടികൾ എംബസി സന്ദർശനത്തിന് ശേഷം പെട്ടെന്നാണ് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ഇതാണ് ദുരൂഹത വലിയ രീതിയിൽ തന്നെ ഉയർത്തുന്നത്. ഭാരതവും ചൈനയും തമ്മിൽ അതിർത്തിയിലെ ഗാൽവാൻ താഴ്വരയിൽ സംഭവങ്ങൾക്ക് ശേഷം ഉടലെടുത്ത പ്രത്യേക സാഹചര്യം തുടരുന്നതിനിടയിലാണ് ഇടത് പാർട്ടികളുടെ സന്ദർശനം. രാജ്യം നയതന്ത്രപരമായും സൈനികപരമായും അതീവ ജാഗ്രത പുലർത്തുന്ന ഘട്ടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നും രാജ്യത്തിന്റെ ഔദ്യോഗിക നയതന്ത്ര നിലപാടുകളെ ദുർബലപ്പെടുത്തുമെന്നും BJP ഉൾപ്പെടെ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ പൂർണ്ണ നയതന്ത്ര ബന്ധമുള്ള ഒരു രാജ്യത്തിന്റെ എംബസിയിൽ നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ പങ്കെടുക്കുന്നത് നിയമവിരുദ്ധമല്ലേ എന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളും വിദേശ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്താറുണ്ട് എന്നാണ് MA ബേബിയുടെ ന്യായീകരണം. അതേസമയം വിദേശ എംബസികൾ നടത്തുന്ന ചടങ്ങിലോ അല്ലെങ്കിൽ സെമിനാറിലോ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുക്കുമ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ ചൈനീസ് എംബസി CPM-ലെ മുതിർന്ന നേതാക്കളെ, അതായത് ജനറൽ സെക്രട്ടറി MA ബേബി അടക്കമുള്ളവരെ ക്ഷണിച്ചപ്പോൾ ഈ CPM നേതാക്കൾ ആരും തന്നെ വിദേശകാര്യ മന്ത്രാലയവുമായി ഒരു കൂടിയാലോചന നടത്തുകയോ അല്ലെങ്കിൽ അവരുമായിട്ട്, അതായത് വിദേശകാര്യ മന്ത്രാലയമായിട്ട് ഒരു അനുമതി വാങ്ങുകയോ ചെയ്തിട്ടില്ല എന്നത് ഗുരുതരമായ ഒരു കുറ്റമാണ്. ഇതടക്കം ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിലും സംശയമുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ കേരളത്തിൽ നടക്കുന്ന വ്യാപകമായ ഒരു വലിയ രീതിയിലുള്ള കലാപങ്ങൾ, അല്ലെങ്കിൽ CPM തന്നെ ഇത്രയും കാലം, അതായത് ഈ കേന്ദ്ര സർക്കാരിന് നേരെ ഡൽഹിയിൽ നടത്തിയിട്ടുള്ള വലിയ പാർലമെന്റ് മാർച്ച് അടക്കം, ജന്തർ മന്ദിറിൽ അടക്കമുള്ള മാർച്ചുകൾ അടക്കമുള്ള CPM തന്നെ നടത്തുന്ന ഈ മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന പല തരത്തിലുള്ള നീക്കങ്ങളിൽ ചൈനയിൽ നിന്നടക്കം ഫണ്ടുകൾ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ചൈനയിലെ ഉദ്യോഗസ്ഥരുമായി ഒരു രാഷ്ട്രീയ സംവാദം നടത്തി അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകൾ നടത്തിയിട്ടാണോ ഇവർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് നേരെ ഓരോ ആയുധങ്ങളും എടുത്തിട്ട് പ്രയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നീക്കുന്നത് എന്നൊരു സംശയമാണുള്ളത്. അതായത് ഈ രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ജോ സോറസിന്റെ തിരക്കഥ അനുസരിച്ച് പാർലമെന്റിൽ ഒരു നീക്കം നടത്തുമ്പോൾ, അല്ലെങ്കിൽ പാർലമെന്റിൽ അതേ രീതിയിൽ പാർലമെന്റിൽ കിടന്ന് ഓരോ കോപ്രാടത്തരങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ CPM ചൈന പറയുന്നത് പോലെയാണോ CPM ഇവിടെ ഭാരതത്തിൽ കാണിച്ചു കൂട്ടുന്നത് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഇവിടെ സൃഷ്ടിക്കുന്നത്. അതാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംശയമാണ് ഇപ്പോൾ ഇവിടെ പുറത്തു വരുന്നത്. അതാണ് ചൈനീസ് എംബസിയിൽ നടന്ന ഒരു ചർച്ചകൾക്ക് ശേഷമാണ് അവർ നേരെ വന്ന് അഭിജിത് ദീപ്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതും അവിടെ കുറച്ച് SFIക്കാരെയൊക്കെ നിയോഗിച്ചുകൊണ്ട് അവിടെ നിരാഹാര സമരം ഇരിക്കാം എന്നൊക്കെ പറയുന്നതും റഹീം അടക്കമുള്ള, അതോടൊപ്പം തന്നെ രാജ ഉൾപ്പെടെ MA ബേബി അടക്കമുള്ളവരൊക്കെ വന്ന് അവർക്കൊരു പിന്തുണ നൽകുന്നതും സംശയത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്.